നമസ്കാരം. LD ക്ലർക്ക് 2024 പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറേ ആൾക്കാർ വളരെ നേരത്തെ തന്നെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. വേറെ കുറേ പേര് ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി കുറച്ച് ആൾക്കാർ എങ്ങനെ പഠിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നുണ്ടാവും. എന്തായാലും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അതായത് നമ്മുടെ ഓരോ സബ്ജക്റ്റിനും ആവശ്യമായിട്ടുള്ള എത്രമാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓരോ സബ്ജക്റ്റിനും PSC കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് നോക്കുക, മാർക്സ് അറിയുക, എന്നിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് ചരിത്രമാണ്. ചരിത്രത്തിന് 5 മാർക്കാണ്. ഇതെന്ന് പറയുന്നത് PSC 2021 പബ്ലിഷ് ചെയ്ത സിലബസാണ്. അന്ന് നടന്ന LD മെയിൻസ് പരീക്ഷയുടെ സിലബസാണിത്. 2024 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ഇതുവരെ PSC പബ്ലിഷ് ചെയ്തിട്ടില്ല. എല്ലാവരും ഈ ഒരു സിലബസ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ആ സബ്ജക്റ്റിന് 6 മാർക്കാണ്. ഫിസിക്സ് കെമിസ്ട്രി 3 മാർക്ക് വീതമാണ്. കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്. കമ്പ്യൂട്ടർ 3 മാർക്ക്. കമ്പ്യൂട്ടറിൻ്റെ 3 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് നേടാവുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലെ ടോപ്പിക്സ് ഒന്നും അത്ര മനസ്സിലാക്കാൻ പറ്റാത്ത ടോപ്പിക്സ് ഒന്നും അല്ല, ജസ്റ്റ് വായിച്ചു വെച്ചാൽ തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ്. പിന്നെ സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് ഉള്ളത്. അപ്പോൾ മാക്സിമം, അതായത് കഴിഞ്ഞ LD കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഭാഗത്തു നിന്നും കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. പിന്നെ ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവും പരിശോധനയും, അതൊക്കെ 10 മാർക്കിനാണ് മാത്സ് വരുന്നത്. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് 10 മാർക്ക്. ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക്. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ 10 മാർക്ക് മുഴുവനും നേടിയെടുക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ ഒരിക്കൽ പഠിച്ചാൽ മാറ്റം വരുന്ന കാര്യങ്ങളല്ല. ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു റൂൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ആ റൂളിൽ പിന്നെ മാറ്റമൊന്നും വരത്തില്ല. പക്ഷേ ഹിസ്റ്ററി, ജോഗ്രഫി എന്നൊക്കെ പറയുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സബ്ജക്റ്റില്ല, വളരെ വാസ്റ്റാണ്. അതിനകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, അതുപോലെ IT, അതൊക്കെ നന്നായിട്ട് ഫോക്കസ് കൊടുത്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സിലബസ് മനസ്സിലാക്കുക, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക് യു.